പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് മടക്കി എന്ന് പറഞ്ഞ ഡാലാണ്, മടക്കി ഡാല്. അത് ഞാൻ വെള്ളത്തിലിട്ടതായിരുന്നു കുതിർക്കാന. ഇത് നമുക്ക് കിളിപ്പിക്കാനുള്ളതാണ്, മുളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നൈറ്റ് വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്നതിന് ശേഷം ഇതുപോലെ ഒരു ക്ലോത്തിനകത്തോട്ട്, കോട്ടൻ്റെ തുണിയാണ് നല്ലത്, അതാകുമ്പോൾ നമുക്ക് വേരിറങ്ങി വരാൻ എളുപ്പമാണ് അതിന്. അപ്പം കോട്ടൻ്റെ തുണിയിലോട്ട് വാരിയിട്ടിട്ട് കുതിർന്ന ഡാലാണ് കേട്ടോ. അതിങ്ങനെ നമ്മൾ കെട്ടിവെക്കണം. ആ തുണി നല്ലതായിട്ട് എയർ കയറാത്ത രീതിയിൽ കെട്ടിവെക്കണം. ഞാനിവിടെ അടിയിലൊരു നെറ്റിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ അതിനുള്ളിൽ കൂടി അത് കിളിച്ചിറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ഒരു ഡേയും വെച്ചു, ഒരു നൈറ്റും വെച്ചു. പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് വേണ്ട കണ്ടോ, വേരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഞാനിത് കെട്ടിവെച്ച് കഴിഞ്ഞതിന് ശേഷം 4-5-6 മണിക്കൂറിന് ശേഷം ഇച്ചിരി വെള്ളം തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ കെട്ടിൻ്റെ തുണി അഴിക്കാറില്ല, നമ്മൾ കെട്ടിവെച്ചേക്കൊന്നും അഴിച്ചിട്ടില്ല. അതിന് തുണിയുടെ മണ്ടയ്ക്കൂടെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഈർപ്പം വേണമല്ലോ, അതുകൊണ്ട്. അപ്പം രണ്ട് നല്ലതായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇത് കിളിക്കരുത്. കിളിച്ച് ഇലയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു കയ്പ്പ് വരും. അപ്പോൾ ഇത്രേ ആകാൻ പാടുള്ളൂ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് മുള വന്ന പയർ കഴിക്കുന്നത്. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ നല്ല വിലയാണ്. അപ്പോൾ ഞാനിത് ഇന്ന് എടുക്കുന്നില്ല. ഇത് നമ്മളൊരു ഡപ്പയ്ക്കകത്തോട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വെളി വെക്കാൻ പാടില്ല ഇത് കിളിച്ചതിന് ശേഷം. പിന്നെ ഇത് ചീത്തയായി പോകും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ഞാനൊരു ഡപ്പയ്ക്കകത്തിട്ടിട്ട് അടച്ചിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി നമുക്കിത് ബാജി ഉണ്ടാക്കാൻ ചപ്പാത്തിയുടെ കൂടെയും ഇവിടുത്തെ ചോറിൻ്റെ കൂടെ, നമ്മുടെ പച്ചരിച്ചോറിൻ്റെ പറ്റിച്ച ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇത് ഇങ്ങനെ ഡപ്പയിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്.